ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. അപ്പോൾ ഇന്നെന്താ നമ്മൾ രാവിലെ പുട്ടും കടലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കടല കറിയായിട്ട് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കടല വെറുതെ ഉപ്പിട്ട് നമ്മൾ വേവിച്ചെടുക്കുക, എന്നിട്ട് അത് വെറുതെ ഉള്ളിയൊക്കെ ഇട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ബീഫ് മസാല, അതേപോലെ കുറച്ച് സോയാ സോസ്, ഇത് രണ്ടും ഒഴിച്ചിട്ടാണ് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. എന്നിട്ടതിങ്ങനെ അധികം വെള്ളമില്ലാതെ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ അതല്ല, ഇതാകുമ്പോൾ നമുക്ക് ബാക്കിയായി പോവില്ല, വെറുതെ കഴിച്ചോളും. കറിയാകുമ്പോൾ ബാക്കിയായി പിന്നെ കളയേണ്ടി വരുമല്ലോ. അപ്പോൾ അതാ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ആദ്യം തന്നെ വറുത്തെടുക്കുകയാണ്. ഇത് നമുക്ക് പെട്ടെന്നൊരു 10 ആയപ്പോൾ 1 കിലോ ബിരിയാണിക്ക് ഒരു ഓർഡർ കിട്ടിയതായിരുന്നു കേട്ടോ. ഒരു മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചോറ് ഐറ്റംസൊന്നും വെച്ച് കൊടുക്കലില്ല. അപ്പോൾ പിന്നെ ഇപ്പം അടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ചിക്കനൊക്കെ വേഗം മസാലയൊക്കെ തേച്ച് വെച്ചു, ഫ്രൈ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അധികം ടൈമില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇട്ട് പച്ചക്ക് വെച്ചാൽ മസാല ആകെ വെള്ളമാവും. അപ്പോൾ അതാ ഉള്ളി ഇങ്ങനെ മെറൂൺ കളറിൽ പെട്ടെന്നായി കിട്ടാനുള്ളൊരു ടിപ്സ് പറയാം. ഇത് നമ്മൾ വറുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ആ കളറിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതാ ചിക്കനൊക്കെ വേഗം വറുക്കാൻ ഉള്ള മസാലയൊക്കെ സെറ്റാക്കി വറുക്കാനിട്ടു. അപ്പോൾ അതാ ഞാൻ ആദ്യം കാണിച്ച ഇങ്ങനെ ലിവറും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കണ പിന്നെ മസാലയിൽ ഇടരുത് കേട്ടോ. അത് ഞാൻ വെറുതെ അവിടെ വെക്കല്ലെന്ന് വിചാരിച്ചിട്ട് ഫ്രൈ ചെയ്യണ കൂട്ടത്തിലിട്ടതാണ്, പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ മിക്സി വാങ്ങിയ മുതൽ നമുക്ക് പെട്ടെന്ന് കിട്ടി ഓർഡർ എടുക്കാൻ സുഖമാണ് കേട്ടോ. ഉള്ളി ചെയ്യാനല്ല നമുക്ക് ഒരുപാട് സമയം വേണ്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സി ഭയങ്കര ഉപകാരമാണ് ഇതിന്. അപ്പോൾ ഉള്ളിയൊക്കെ അതിൽ പെട്ടെന്ന് നമുക്കൊരു തോല് കളയേണ്ട ഒരു പണിയുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്കിട്ട പെട്ടെന്ന് നൈസായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ വഴറ്റാനുള്ള ഒരുങ്ങി ഉള്ളി ഇട്ടുകൊണ്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം ഇട്ടു കേട്ടോ. പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് ചിക്കൻ ബിരിയാണി ആകുമ്പോൾ ഞാൻ അധികം മസാലകൾ ചേർക്കലില്ല, ഒക്കെ കുറച്ചേ ചേർക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി അത്യാവശ്യം നന്നായിട്ട് ചേർക്കും എരിവിന്. കാരണം വേറെ മുളക് പൊടി അങ്ങനെ ഒരുപാട് ഞാൻ ചേർക്കലില്ല. അപ്പോൾ പിന്നെ ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെങ്ങാണ്ടാണ് ചേർക്കുന്നത്. മസാലയായിട്ട് ഞാൻ വാങ്ങിക്കലില്ല, വീട്ടിൽ പൊടിക്കലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് അതിലേക്ക് തൈര് ഒഴിച്ചു, മല്ലിച്ചപ്പ്, പുതിനയൊക്കെ ഇട്ടു. ഇത് കണ്ടില്ല, പുതിന നമ്മുടെ പന്തല്ലൂർ പുതിനയാണ്. ഇപ്പോഴും ആ ഫ്രഷ്നെസ്സോടെ നിൽക്കുന്നുണ്ട്, ഒരുപാട് ദിവസമായി. അതൊക്കെ കഴിഞ്ഞ് നമ്മളതൊരു വാഴൻ്റെ ഇലയൊക്കെ വെട്ടി അതിൻ്റെ മുകളിലിട്ട് സെറ്റാക്കി കേട്ടോ. അപ്പോഴത്തെ ഞാൻ അരി വേവാനിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഊറ്റി അതിൻ്റെ മുകളിലേക്ക് ഇടുക. നമ്മൾ ആ വറുത്ത് വെച്ച സവാളയും മല്ലിച്ചപ്പും പൊടിച്ച മസാലയും അതേപോലെ കുറച്ച് ക്യാരറ്റും അതൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടയിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചോറൊക്കെ സെറ്റായി നമ്മൾ മുകളിൽ നെയ്യും കാര്യങ്ങളൊക്കെ ഒഴിച്ച് അതവിടെ ദമ്മാക്കി വെച്ചു. അപ്പോൾ നമുക്കിവിടെ വീട്ടിൽ ജോലിക്ക് ആളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഫുഡും ആക്കണം. അപ്പോൾ അതെ ഞാൻ വേറെ ആളെ കാണിച്ചു തരാം. ഞാൻ അവർക്കുള്ള ഭക്ഷണമാക്കിയപ്പോൾ മീൻ കഴുകിയ വേസ്റ്റ് ഒഴിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അതെ ഒരാളിങ്ങനെ വരുന്നുണ്ടോ. മയിലൊക്കെ നിങ്ങളെ വീട്ടിലെല്ലാവരും കണ്ടിരിക്കില്ലേ. ഇത് ഉടുമ്പാണ് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് ഇയാൾ വരലുണ്ട്, പക്ഷെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ അടുത്ത് പോയി എടുത്തതാണ് കേട്ടോ. ഞാൻ മീനിൻ്റെ വേസ്റ്റ് കളഞ്ഞിരുന്നല്ലോ, അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ കഴിക്കണ സൗണ്ട് ഇട്ടൊന്ന് പോയി നോക്കിയതാണ്, പാമ്പേറ്റാണോന്ന്. ഇപ്പോൾ ആകെ പാമ്പുകളുടെ കാലമല്ലേ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇയാളെ കണ്ടത്. അപ്പോൾ ഒന്ന് വീഡിയോയിൽ ഒന്ന് കിട്ടുമോ നോക്കിയതാണ്. അപ്പോൾ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഇഷ്ടമായവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാ വീഡിയോയും അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്നാൽ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണമല്ല വേഗം കൊടുക്കണ്ടേ. അപ്പോൾ ഒരാളെ വിടട്ടെ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അവർ വിളിച്ചപ്പോൾ ഒന്ന് പാക്കാക്കാനുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് ചെയ്തതല്ലേ. അപ്പോൾ ഏതായാലും അത് ദമ്മിട്ട് നമ്മൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. നമ്മളതിൻ്റെ നമ്മളെ പാലൊക്കെ താളിച്ചു, അച്ചാർ, കടല, അതേപോലെ മീനച്ചാറുണ്ടായിരുന്നു, ചെറിയ മത്തി ഫ്രൈ ചെയ്തത്, ഇതൊക്കെ കൂട്ടി നമ്മളെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഇതാ ബിരിയാണി ദമ്മൊക്കെ പൊടിച്ചു. കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിരുന്നു കേട്ടോ. പെട്ടെന്ന് ചെയ്തുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവർ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു നല്ല അടിപൊളി ബിരിയാണിയാണ്. നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഏതായാലും ബിരിയാണിയൊക്കെ സെറ്റാക്കി കൊടുത്ത്
ഇതാ അതിലെ മസാലയൊക്കെ നമ്മൾ വേറെ പാത്രത്തിലാക്കിയിട്ടാണ് 2 പാത്രത്തിലാക്കിയിട്ടാണ് കൊടുത്തയച്ചത്. പിന്നെ അതിക്ക് സലാഡും കാര്യങ്ങളൊക്കെ സൈഡ് ഡിഷായിട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊരു കേക്ക് ഓർഡറും കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് തന്നെയാണ്, അത് നമുക്ക് വൈകുന്നേരം കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ കേക്ക് ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിലാക്കി പിന്നെ വൈകുന്നേരം കൊണ്ടു കൊടുത്തു. ഇതാണ് നമ്മുടെ മാളൂട്ടി കേട്ടോ. മാളൂട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു.